കഴിഞ്ഞ ദിവസം മീഡിയ മലയാളം ഒരു വാർത്ത കൊടുത്തിരുന്നു. അതായത് PC ജോർജ് പറഞ്ഞത് സത്യമാകുന്നു എന്നുള്ളത്. അതായത് ഈരാറ്റുപേട്ട കേരളത്തിലെ ഒരു ജില്ല അല്ലേ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. പോലീസ് പോലും നോക്കുകുത്തിയായി നിൽക്കുന്നു ഈ ചില മത തീവ്രവാദികളുടെ തീവ്ര മതം വച്ചു പുലർത്തുന്ന ചില ആളുകളുടെ മുന്നിൽ എന്നുള്ളതാണ്. അവിടെ കേന്ദ്രസേന വരണം എന്നുള്ള തരത്തിൽ ഒരാൾ ഇന്നലെ ഒരു വീഡിയോയും അതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിരുന്നു. അതായത് വണ്ടി ഇടിച്ചിട്ട് പോലും പോലീസുകാർ ആ പ്രശ്നത്തിൽ ഇടപെടാനോ കേസെടുക്കാനോ പോലും തയ്യാറായിട്ടില്ല എന്ന തരത്തിൽ. ഇത് നേരത്തെ PC ജോർജ് ഉന്നയിച്ച ഒരു ആരോപണം ആയിരുന്നു. SDPI ഈരാറ്റുപേട്ടയിലെ SDPIയുടെ ചില കാര്യങ്ങളൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് SDPI ഈരാറ്റുപേട്ടയെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ, അതായത് ഈ ശരീഅത്ത് നിയമം പാലിച്ച് മതരാഷ്ട്രം വരണം, ശരീഅത്ത് നിയമം പാലിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ ചിന്തിക്കുന്ന SDPI അത്തരത്തിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് പ്രവർത്തനം തുടങ്ങിയെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ അങ്ങനെ SDPIന്റെ ആനക്കാരായിട്ട് കാര്യമില്ല. കാരണം അവർ ഇത്തവണ മത്സരിച്ചിട്ട് അവരെ 3 സീറ്റാണ് കിട്ടിയത്. മനസ്സിലായില്ലേ? 29 ഇത്ര സീറ്റുള്ള ഈരാറ്റുപേട്ട. അപ്പോ ഇത് അതല്ല, ഓരോ സാഹചര്യങ്ങളനുസരിച്ച് ഇവിടെ മുസ്ലിം എന്ന ഒരു വികാരം അതുണ്ട്, അത് നിശ്ചയിക്കുന്നൊന്നുമില്ല. ആ മുസ്ലിം വികാരം അത് മുതലാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു. ഈരാറ്റുപേട്ട പണ്ട് കാലത്തുള്ള, ഇപ്പൊ ഞാനെല്ലാം അടിച്ച് ഞാൻ നിർത്തിക്കളഞ്ഞതാണ്. പണ്ട് കാലത്തും പുറത്തു വരുന്ന വണ്ടി വന്നതിന്റെ അത് തൊട്ടാൽ അവനിട്ട് എല്ലാവരും അടിക്കുക, അവനെ കാജി പിടിച്ച് ഓടിയതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ 80 ഞാൻ MLA ആയി കഴിഞ്ഞാൽ അടിക്കുക നിർത്തിയതല്ല. ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. 5 കൊല്ലം ഞാൻ ഇല്ലാതായതിന്റെ ഗുണം ജനം അറിയട്ടെ. പക്ഷെ വേറെ ഇത് കൂടുതലൊന്നും ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനൊക്കെ മറുപടിയല്ല, പ്രവൃത്തിയാണ് ആവശ്യം. ഈ 4-ാം തീയതി കഴിഞ്ഞ് പ്രവർത്തനം കാണും. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതോ ഇപ്പൊ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഈ പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോ ഈ ഒരു വീഡിയോ ഇട്ട ആള് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ഒരാള് പറയുന്നത് അദ്ദേഹത്തിന്റെ വണ്ടി 14-നും 15 വയസ്സ് ഇടയിലുള്ള 2 ആൺകുട്ടികളാണ് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഇടിച്ചത്. അവരെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഈ കേസിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. അതിനുവേണ്ടി അദ്ദേഹം ആ വണ്ടിയിൽ നിന്ന് താക്കോൽ ഊരി എടുത്തപ്പോൾ തന്നെ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ ഇടപെടുന്നു. ഇത് ഈരാറ്റുപേട്ടയാണ്, ഇവിടെ ഞങ്ങൾ പറയുന്നതേ നടക്കൂ, ഞങ്ങളാണ് ശരി എന്നൊക്കെ പറയുന്നു. അതിൽ കുറെ പേർ പ്രതികരിച്ചിരിക്കുന്നത് ഈരാറ്റുപേട്ടയിൽ ഹെൽമറ്റ് വെക്കേണ്ട, വാഹനത്തിന് ഇൻഷുറൻസ് വേണ്ട, അവിടെ എല്ലാം തീരുമാനിക്കുന്നത് അവിടുത്തെ കുറെ ആളുകളാണ്, മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ ആളുകളാണ്, അല്ലാതെ പോലീസ് അല്ല എന്നൊക്കെ പറയുന്നു. കേരളത്തിൽ നമ്മൾ അത്തരത്തിലൊരു മറ്റു ജില്ലകളിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഇങ്ങനെ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈരാറ്റുപേട്ടയ്ക്ക് മാത്രമായിട്ട് എന്താണ് പ്രത്യേകത? ഒരു മിനി താലിബാനാണോ ഈരാറ്റുപേട്ട? അതായത് ഈരാറ്റുപേട്ടയ്ക്ക് ഒരു പ്രത്യേകതയില്ല. അണ്ടിക്ക് ബലമുള്ള പോലീസ് ഓഫീസർമാർ വരണം. അവർ അങ്ങനെ മാന്യന്മാരിരുന്നപ്പോ എല്ലാവരും മര്യാദയ്ക്ക് വീട്ടിൽ പോയല്ലോ. ഇപ്പൊ അണ്ടിക്ക് ബലമുള്ളവന്മാരില്ല. ഈ തെണ്ടിക്ക് വേണ്ടി ഓശാനം പിടിക്കുന്നവർ. അതുകൊണ്ടാണ് ഈരാറ്റുപേട്ടയിൽ നടക്കുന്ന അതിഗൗരവമായ വിഷയങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന ഒരാളുടെ വാഹനത്തിന് മുന്നിൽ 14-നും 15 വയസ്സിനും ഇടയിലുള്ള, അതായത് 18 വയസ്സിൽ താഴെയുള്ള 2 ആൺകുട്ടികൾ ബൈക്കുമായി വണ്ടിക്ക് മുന്നിൽ വട്ടം കറങ്ങുന്നു. എന്നിട്ട് വണ്ടി വാഹനത്തിൽ ഇടിക്കുന്നു. സഡൻ ബ്രേക്ക് ഇടുമ്പോൾ പുറകിലുള്ള വണ്ടിയും കൂടി ഈ വാഹന ഉടമയുടെ വാഹനത്തിലേക്ക് ഇടിക്കുന്നു. പിന്നീട് പോലീസ് വന്നാലേ ഇതിന്റെ കാര്യങ്ങൾ, ഇൻഷുറൻസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ പറ്റൂ. കാരണം ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ലൈസൻസ് ഇല്ല, ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ ഒരു വാഹനം നിരത്തിൽ ഓട്ടിക്കാനുള്ള ഒരു രീതിയിലുമുള്ള കാര്യങ്ങൾ ഇവർക്കില്ല എന്നുള്ളതാണ്. പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. ഈ കുട്ടികൾ വാഹനം കൊണ്ട് ഇടിച്ചയാൾ ഈ പിള്ളേരുടെ ബൈക്കിൽ നിന്ന് താക്കോൽ ഊരിയെടുക്കുന്നു. അതിനുശേഷം ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രദേശവാസികളായ കുറേ ആളുകൾ, ഈ ചില മത തീവ്ര പ്രവർത്തനങ്ങളിലുള്ള ആളുകൾ അവിടെ കൂടുന്നു. എന്നിട്ട് ഇദ്ദേഹത്തോട് വളരെ രൂക്ഷമായി, അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ എന്ന് തന്നെ പറയുന്നു, ഇത് ഇവിടെ ഇങ്ങനെയാണെങ്കിൽ മാത്രം ഇവിടെ വന്നാൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോളൂ, ഇവിടുത്തെ ആളുകളൊക്കെ ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് ഇവിടുത്തെ നിയമം, ഈ കാര്യത്തിൽ പോലീസോ മറ്റാരും ഇടപെടില്ല, ഇവിടുത്തെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതെങ്ങനെ ഓടിക്കണം, ആരെ നെഞ്ചത്ത് കയറ്റണം, ഇവിടെ ഹെൽമറ്റ് വെക്കണമോ, സീറ്റ് ബെൽറ്റ് ഇടണമോ, വാഹനത്തിന് ഇൻഷുറൻസ് വേണമോ വേണ്ടയോ, ലൈസൻസ് ഉള്ളവർക്കേ വാഹനം ഓടിക്കാൻ കഴിയൂ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ നോക്കാറില്ല, ഞങ്ങൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന കാര്യം എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിലെ ഒരു സ്ഥലത്താണ്, കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട.
അവിടെയാണ് ഇത് നടക്കുന്നത്. നേരത്തെയും പി സി ജോർജ് അടക്കം ഇപ്പം നിങ്ങൾ ആദ്യം കേട്ടതും പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് നേരത്തെയും ഇത്തരത്തിൽ പി സി ജോർജ് 5 വർഷം അവിടെ ഭരിച്ചപ്പോൾ SDP-യെ അടിച്ചൊതുക്കി. ഇപ്പം SDP-യിലെ എല്ലാ പേരും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷേ മതം മാത്രം ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് മതം പറയുന്നത് മാത്രമാണ് ശരി, ശരിയത്ത് നിയമം മാത്രം, ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളൊന്നും ഞങ്ങൾ പാലിക്കില്ല, ഞങ്ങളുടെ നിയമം എന്ന് പറയുന്നത് ശരിയത്ത് നിയമം മാത്രമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഇവരാണ് ഒരു സ്ഥലത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈരാറ്റുപേട്ടയിലും കാണുന്നത്. ഈരാറ്റുപേട്ടയിലെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്ന പരാതിക്കാരൻ 2 മണിക്കൂറോളം പോലീസ് സ്റ്റേഷന് പുറത്ത് നിന്നിട്ടും അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ എന്ത് സഹായമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടതെന്നോ പോലും ചോദിക്കാത്ത ഒരു പോലീസ് സ്റ്റേഷനും പോലീസുകാരുമാണ് ഈരാറ്റുപേട്ടയിൽ ഉള്ളത് എന്നുള്ളതാണ്. നമ്മൾ ഈ വാർത്ത ചെയ്തപ്പോൾ 2-3 പേർ വിളിച്ചു പറഞ്ഞത് അവിടെ ഹെൽമെറ്റ് വെക്കാതെ നമുക്ക് യാത്ര ചെയ്യാം, പോലീസ് അവിടെ ചെക്കിങ്ങിനോ അല്ലെങ്കിൽ പോലീസ് കൈ കാണിച്ച് നിർത്തി ഒന്നുമില്ല, അവിടെ യഥേഷ്ട ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യാം, ലൈസൻസ് ഇല്ലാതെ യാത്ര ചെയ്യാം, ഇൻഷുറൻസ് വേണ്ട, പുക പരിശോധനയുടെ പേപ്പർ വേണ്ട, ഒന്നും വേണ്ട, 18 വയസ്സിന് താഴെയോ 5-6 വയസ്സായ കുട്ടികൾക്ക് വരെ അവിടെ വാഹനം ഓടിക്കാം. നമ്മൾ ചിന്തിക്കുന്നത് ഇത് കേരളത്തിലെ ഒരു സ്ഥലമല്ലേ ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ടയ്ക്ക് എന്താണ് പ്രത്യേകത? ഈരാറ്റുപേട്ടയ്ക്ക് ഒരു പ്രത്യേകതയുമില്ല. പക്ഷേ ഈരാറ്റുപേട്ടയെ ഒരു വിഭാഗം ആളുകൾ ചേർന്ന് വളഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ കേന്ദ്രസേന ഭരണം ഇവിടുത്തെ പോലീസിനെ കൊണ്ട്, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിലെ പോലീസുകാരെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് കേന്ദ്രസേനയെ അവിടെ വിന്യസിപ്പിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷേ അന്നൊന്നും അത് വളരെ ഗൗരവമായി എടുത്തില്ല. പ്രത്യേകിച്ച് പി സി ജോർജ് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ വർഗീയമാക്കാനും, പി സി ജോർജ് ഇപ്പം ലവ് ജിഹാദിനെ കുറിച്ച് പി സി ജോർജ് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറയുന്നവരാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും കുറേ ഇടതുപക്ഷ ചിന്താഗതിയുള്ള മാധ്യമപ്രവർത്തകരും അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂലരായ കുറേ മാധ്യമപ്രവർത്തകരും. അത് പി സി ജോർജ് പറയുമ്പോൾ ഈ പള്ളിയിൽ, ക്രിസ്ത്യൻ പള്ളികളിലെ അച്ഛന്മാർ വരെ അത് പറഞ്ഞ് കാസ ഉൾപ്പെടെ പറയുന്നുണ്ട് ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതൊന്നും അംഗീകരിക്കാൻ ഇവരാരും തയ്യാറല്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു കാര്യം പിന്നെ നമ്മുടെ ഒരു റെക്കോർഡിക്കലായിട്ട് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുള്ളത്. ഈ മതം മാറ്റം തന്നെയാണ്, സ്നേഹം നടിച്ച് മതം മാറ്റുന്ന ഒരു രീതി, അത് തന്നെയാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും അതില്ല എന്ന് സമർത്ഥിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നു. അത് തന്നെയാണ് ഈരാറ്റുപേട്ടയിലും കണ്ടുവരുന്നത്. ഈരാറ്റുപേട്ട ഒരു മിനി താലിബാൻ, നമ്മൾ താലിബാനിലൊക്കെയാണ് ഇങ്ങനെ കാണുന്നത്. അവിടെ താലിബാൻ ഭരണകൂടം പറയുന്ന നിയമം, അതായത് അവരവരുടെ മതത്തിൽ എന്താണോ പറയുന്നത് ആ നിയമമാണ് അവിടുത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. സ്വാതന്ത്ര്യമില്ല, സുരക്ഷിതത്വമില്ല, നിയമങ്ങൾ പാലിക്കില്ല, എന്ത് തോന്നിവാസവും കാണിക്കാം, ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങളുടെ ഇടമാണ്, ഞങ്ങളുടെ ഇടത്ത് വന്ന് എന്തെങ്കിലും കാണിച്ചാൽ പിന്നെ നീയൊന്നും ജീവനോടെ പോകില്ല എന്ന തരത്തിലുള്ള ഭീഷണികൾ മുഴക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതൊരു ചെറിയ സംഭവമായി പലർക്കും തോന്നുന്നു. ഒരു വാഹനം പിടിച്ചതിൽ ഈ ചെറിയ സംഭവങ്ങൾ പലർക്കും നടന്ന അനുഭവങ്ങൾ പുറത്ത് പറയാൻ ഭയക്കുന്നതായിരിക്കാം, പേടിക്കുന്നതായിരിക്കാം. എന്തായാലും ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് വളരെ ഗൗരവമായി എടുക്കേണ്ട സംഗതികൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയില്ല എങ്കിൽ തീർച്ചയായും കേന്ദ്രസേന വരണം. കേന്ദ്രസേന ഇക്കാര്യത്തിൽ എന്താണ് ഈരാറ്റുപേട്ടയിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം. അവിടെ മത തീവ്രവാദികൾ അല്ലെങ്കിൽ ഇസ്ലാമിക മതം മുഴുവനായി അല്ലെങ്കിൽ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്ത് തോന്നിവാസവും നടത്താമെന്ന് ചിന്തിക്കുന്ന കുറെ ആളുകൾ ഈരാറ്റുപേട്ടയെ വിലക്കെടുത്തോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.